ഫാമിലി. അപ്പോൾ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ ഒത്തിരി സ്നേഹത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രഡിക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ മക്കളെ, ഈ എക്സാമിനോട് അടുത്ത സമയത്ത് മിസ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾ ലൈവിലൊക്കെ വന്നു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ കാണാം, മിസ് പ്രഡിക്ഷൻ ഒന്നും ഇല്ലേ നമുക്ക് എന്ന്. അപ്പോൾ ഉണ്ട് മക്കളെ, ഉണ്ട്, നമുക്കും ഉണ്ട് എന്ത് പ്രഡിക്ഷൻ. ആ പ്രഡിക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മിസ് ഇവിടെ കുറച്ച് ടോപ്പിക്സ് പറയാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ സിലബസിൽ നിന്ന് ബിസിനസ് സ്റ്റഡീസിലെ സബ്ജക്റ്റിലെ കുറച്ച് ടോപ്പിക്സ് പറയാൻ വേണ്ടി പോവുകയാണ്. എനിക്കറിയാം ചിലപ്പോൾ ഈ വീഡിയോ എന്താകാം, എക്സാം കഴിഞ്ഞാൽ എയറിൽ കയറാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പക്ഷെ എന്നാലും മിസ് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ വെറുതെ ഒരു പ്രഡിക്ഷൻ അല്ല ഇവിടെ നടത്താൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാനിപ്പോൾ ബിസിനസ് സ്റ്റഡീസ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. എനിക്ക് അറിയാം ടോപ്പിക്സ് ഒക്കെ ഏതൊക്കെയാണ് എന്നുള്ള ഒരു രീതിയിലല്ല, എന്നുള്ള ഒരു തോട്ട് വെച്ചിട്ടല്ല ഞാൻ കുറച്ച് ടോപ്പിക്സ് സെലക്ട് ചെയ്തിട്ടുള്ളതും അത് നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ടോപ്പിക്സ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം പേപ്പറിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അല്ലേ. പോസിബിലിറ്റീസ് കൂടുതലാണ് ആ ഒരു ടോപ്പിക്സിന് ക്വസ്റ്റ്യൻസ് വരാൻ. അപ്പോൾ അത് അങ്ങനെ പറയണമെങ്കിൽ അത് വെറുതെ അല്ല പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ ആ ടോപ്പിക്സ് നിങ്ങളുടെ അത്രയും വലിയ ആ ഒരു സിലബസിൽ നിന്ന് പിക്ക് ചെയ്തെടുത്താന്നല്ലേ. അത് വേറെ എങ്ങനെയല്ല, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ത് ചെയ്തു ഞാൻ, നിങ്ങളുടെ പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കംപ്ലീറ്റ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, എന്നിട്ട് അത് കംപ്ലീറ്റ് റെഫർ ചെയ്തു ഇരുന്നിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഏതൊക്കെ ഏരിയാസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് കിടപ്പുള്ളത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങളുടെ എക്സാം ഹാളിൽ, നിങ്ങളുടെ എക്സാം പേപ്പറിലല്ലേ, ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന്. അപ്പോൾ ആ ഒരു ടോപ്പിക്സ് ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രഡിക്ഷൻ എന്തല്ല, വെറും ഒരു സാധാരണ പ്രഡിക്ഷൻ അല്ല, പകരം എന്ത് പ്രഡിക്ഷൻ ആണ്, ഒരു കാൽക്കുലേറ്റഡ് പ്രഡിക്ഷൻ ആണല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ നടത്തുന്ന ഒരു പ്രഡിക്ഷൻ അല്ല. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനെ തെറോ ആയിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താ ഞാൻ ഇനി പറയാൻ പോകുന്ന ടോപ്പിക്സ് ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ പറയാൻ പോകുന്ന ഏരിയാസിന് നിങ്ങളുടെ എക്സാമിന് എന്തായാലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണെന്നല്ലേ മിസ്, ഏതൊക്കെയാണെന്നൊന്ന് പറ, മിസ്സിൻ്റെ പ്രഡിക്ഷൻ ഒന്ന് കേൾക്കട്ടെ എന്ന് എനിക്കറിയാം. നിങ്ങളിപ്പോൾ പലരും എന്ത് ചെയ്യുന്നുണ്ടാവും, പലരും പല ചാനലുകളിലൊക്കെ പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രഡിക്ഷൻസ് ഒക്കെ ഇരുന്ന് നോക്കിയിട്ടുണ്ടാവും. മിസ്സിൻ്റെ പ്രഡിക്ഷൻ ഒന്ന് കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കാതോർത്തിരിക്കുകയായിരിക്കും നിങ്ങൾ. മറ്റൊന്നല്ല ഞാൻ പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇതായി പറഞ്ഞിട്ടുള്ള ഇത്രയും 5 ടോപ്പിക്സ് ആണ് അല്ലേ. കൊമേഴ്സ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാരണം എക്സാംസിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കൊമേഴ്സ് ആൻഡ് ഫങ്ഷൻസ്, അതായത് എന്താണ്, റിമൂവൽ ഓഫ് ഹിൻഡ്രൻസിൻ്റെ റിമൂവൽ ആണ് അല്ലേ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. അതൊക്കെ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും വരും കേട്ടോ, എന്തായാലും വരാൻ ചാൻസ് കൂടുതലാണ്. അത് നിങ്ങൾ നോക്കണം, അതിൻ്റെ ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് ഒക്കെ പഠിച്ചു വെക്കുക. പിന്നെ MNC എന്തായാലും നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാനുള്ള ഒരു 99% വരാനുള്ള ചാൻസ് കൂടുതലാണ്. MNCൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം അങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്തപ്പോൾ മിസ്സിന് മനസ്സിലായത്. പിന്നെ അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റും അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ അഡ്വാൻറ്റേജസും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ സർവീസസ് പ്രൊവൈഡഡ് ബൈ ഹോൾസെയിലേഴ്സ് അല്ലേ. ഹോൾസെയിലേഴ്സിനെ കുറിച്ച് നിങ്ങൾ ഇന്റേണൽ ട്രേഡിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഹോൾസെയിലേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, റീറ്റെയിലേഴ്സിനും അതുപോലെ തന്നെ ആർക്കും പ്രൊഡ്യൂസേഴ്സിനും സർവീസസ് കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അത് ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടേബിൾ ഫോർമാറ്റിൽ പഠിച്ചു വെച്ചാൽ അത് കുറച്ചുകൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്സ് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ പഠിക്കാൻ നിങ്ങൾക്കും എളുപ്പമായിരിക്കും. അപ്പോൾ ഇത്രയും ടോപ്പിക്സിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു കാര്യം മാത്രം പഠിച്ചാൽ മതി, മിസ് എന്തായാലും പ്രെഡിക്റ്റ് ചെയ്തല്ലേ, ഇനി ഇതിന്ന് അങ്ങോട്ടൊരു ചോദ്യം വരില്ല എന്ന് വെച്ചാൽ ഇത് മാത്രം പഠിച്ച് പോകരുത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ എങ്ങാനും ചെയ്താൽ നല്ല ഇടി കിട്ടും നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന്. അങ്ങനെ ചെയ്യരുത്. പകരം എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. ഇപ്പം നിങ്ങൾ പലരും വന്ന് ചോദിക്കും, ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞ് ഡബിൾ പാസ് ആവുമോ, ഇത് മാത്രം പഠിച്ചാൽ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ഡബിൾ പാസ് ആവാൻ വേണ്ടി പറ്റില്ല. നമ്മളെല്ലാം പഠിക്കണം, എല്ലാം നോക്കണം അല്ലേ. പക്ഷെ എന്നാലും നിങ്ങൾക്ക് എന്താ ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഒട്ടും പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ ഒരു ഈസി ട്രിക്ക് അല്ലെങ്കിൽ ഒരു സ്മാർട്ട് വർക്കിനൊക്കെ പോലെയാണ് എന്ത്, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം നോക്കി പോകാൻ വേണ്ടി പറയുന്നത്. അത് നമുക്ക് കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ എല്ലാവരും നിങ്ങൾക്ക് എല്ലാത്തിലും നല്ല മാർക്ക് വേണം, നല്ല
ഫുൾ A+ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാം പഠിക്കുക തന്നെ വേണമല്ലേ. നമുക്ക് എന്തില്ല, നമുക്ക് സക്സസ് ആവണമെങ്കിൽ അവിടെ എന്തില്ല, കുറുക്ക് വഴികളില്ല, ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ. ഹാർഡ് വർക്ക് വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് ഭയങ്കര സക്സസ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ എക്സാമിന് 2 ദിവസം മുൻപ് ഒന്നും ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ അങ്ങനെയല്ല, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഹാർഡ് വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, സക്സസ് നമുക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് മിസ് പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്നൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ബേസിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ ടോപ്പിക്സ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം നന്നായിട്ട് തന്നെ പഠിച്ച് നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക എല്ലാവരും. ഓൾ ദ വെരി ബെസ്റ്റ്.